ഞങ്ങൾക്ക് സൗദിയുടെ ഭരണം കിട്ടിയാൽ രണ്ടാമത്തെ ദിവസം ആ കുബ്ബ ഞങ്ങൾ തകർക്കൂന്നല്ലേ പറഞ്ഞത്? അപ്പോഴാ അത് ഫോട്ടോത്തിനെ പറ്റിയാ തകർക്കൂന്ന് പറഞ്ഞ്, ഫോട്ടോ തകർക്കൂന്നാ പറഞ്ഞ്. അതൊന്ന് വെച്ചോട്ടെ. ഇത് തെറ്റാണെന്നും മുസ്ലിം സമുദായത്തിന് ആപത്താണെന്നും ഈ നാട്ടിലെ ജനങ്ങളെ പഠിപ്പിച്ചത് ഞങ്ങളാണ്. റസൂലുള്ളാഹിനെ ഖബർ പൊന്തിച്ചിട്ടില്ല. ഖബറിന്റെ ചുറ്റുമുള്ള വീട് മോടി പിടിപ്പിക്കലും അതിന്റെ മേലത്തെ ആളുകൾ പച്ചക്കൊക്കെ കൊണ്ടുവെക്കുകയും ചെയ്തിട്ടുണ്ട്. അത് പൊളിച്ചു കളയാൻ സൗദി ഗവൺമെന്റിന് ധൈര്യമില്ല എന്ന് മാത്രം. ഇൻഷാ അല്ലാഹ് കേരള നേതൃത്വത്തിൽ മുജാഹിദീന് സൗദിയുടെ ഭരണം കിട്ടിയാൽ രണ്ടാമത്തെ ദിവസം ആ പച്ചക്കൊക്കെ തകർക്കുന്നതും റസൂലുള്ളാഹിന്റെ ഖബറ് പള്ളിക്ക് പുറത്താക്കിക്കൊണ്ട് മസ്ജിദിന്റെ വഴി പുനർനിർമ്മിക്കുന്നതുമാണ്. രണ്ടാമത്തെ ദിവസം ആ പച്ചക്കൊക്കെ തകർക്കുന്നതും റസൂലുള്ളാഹിന്റെ ഖബറ് പള്ളിക്ക് പുറത്താക്കിക്കൊണ്ട് മസ്ജിദിന്റെ വഴി പുനർനിർമ്മിക്കുന്നതുമാണ്. യാതൊരു സംശയവും വേണ്ട. അതെ, ഇനിയിപ്പോ ഒരു സംശയവും വേണ്ടല്ലോ. കള്ളചാറോന്ന് പറഞ്ഞോ പറഞ്ഞില്ലേ അങ്ങനത്തെ ഒരു സംശയവും ഇനി വേണ്ടല്ലോ, ഒരു സംശയവും വേണ്ട. പിന്നെ കേരള നേതൃത്വത്തിൽ മുജാഹിദീന് സൗദിന്റെ ഭരണം കിട്ടിയാല് രണ്ടാമത്തെ ദിവസം ആ പച്ചക്കുബ്ബ തകർക്കുന്നതും ഖബർ പള്ളിന്റെ പുറത്താക്കുന്നതുമാണ് എന്നാണ്. അപ്പൊ ഒന്നാമത്തെ ദിവസം എന്താ പണി? ഒന്നാമത്തെ ദിവസം കഅബ തകർക്കല്, ഒന്നാമത്തെ ദിവസം ജിദ്ദയിൽ ഇറങ്ങിയിട്ട് മക്കത്ത് പോയിട്ട് ആദ്യം മുജാഹിദുകൾ കഅബ തകർക്കും. രണ്ടാമത്തെ ദിവസം എന്ത് ചെയ്യും? മദീനത്ത് പോയിട്ട് കുബ്ബയും തകർക്കും. അങ്ങനത്തെ വലിയ വലിയ സൽക്കർമ്മല്ലേ ഇവര് ചെയ്യാ? വലിയ വലിയ സാലിഹികളാണല്ലോ. അതെപ്പോന്നറിയോ? കേരള നേതൃത്വത്തിൽ മുജാഹിദീന് സൗദിന്റെ ഭരണം കിട്ടുമോ? ഇയാള് ഡോക്ടറാണ് പോലും. കേരള നേതൃത്വത്തിൽ മുജാഹിദീന് കേരളം എന്ന് പറഞ്ഞാൽ തന്നെ ഒരു നങ്ക് പോലത്തെ സ്ഥല, ഇന്ത്യ രാജ്യത്തിന്റെ ഒരു ചെറിയൊരു സ്ഥല, ഒരു നങ്ക് പോലത്തെ. ആ കേരള നേതൃത്വത്തിൽ മുജാഹിദീൻ എന്ന് പറഞ്ഞാലോ ഇവിടുത്തെ ആകെ കേരളത്തിലുള്ള ജനങ്ങളിൽ എത്ര ശതമാനം മുസ്ലിമീങ്ങളുണ്ടോ ആ മുസ്ലിമീങ്ങളിൽ നിന്ന് ഒരു 5% പിന്തുണ ഇല്ലാത്ത മുജാഹിദീൻ. ആ മുജാഹിദിന് സൗദിന്റെ ഭരണം കിട്ടുക. നിങ്ങളൊന്ന് ആലോചിച്ചു, മുജാഹിദികൾ സ്വർഗത്തിൽ കിടക്കുമെന്ന് വിചാരിക്കുമ്പോഴത്തെ വിചാരമല്ലേ അത്? എന്നിട്ട് സൗദിന്റെ ഭരണം കിട്ടിയാലേ സ്വർഗത്തിലെത്തിയാ മുജാഹിദികൾ എന്തെല്ലാം ചെയ്യാതൊക്കെ ചില മുജാഹിദികൾ വിചാരിക്കുന്നുണ്ടല്ലോ. അതുപോലത്തെ ഒരു വിചാരം. ഞങ്ങൾ സൗദിയിലെത്തിയാല് അങ്ങ് ഭരണം കിട്ടിയാല് രണ്ടാമത്തെ ദിവസം മദീനത്ത് പോയിട്ട് പച്ചക്കൊമ്പ തകർത്തു കളിയും. സൗദി ഗവൺമെന്റ് ധൈര്യം പോരാ, നല്ല ധൈര്യമുള്ളൊരു കൂട്ടര് നമ്മളെ കേരള നേതൃത്വത്തിൽ മുജാഹിദിന്റെ ആൾക്കാര് ഭയങ്കര ധൈര്യം തന്നെ കേട്ടോ.